ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക്. ചാനലിൻ്റെ പേര് സ്പാരോ ക്രൂസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളൊരു സ്വപ്നയാത്ര പോവുകയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കാശ്മീർ വരേക്ക്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കുറച്ച് തുണികളും കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുള്ളൂ. തുണിയെ, ബാഗ്, കോട്ട്, പിന്നെ ഹെൽമെറ്റ്, പിന്നെ വണ്ടിയുടെ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഇത്രേ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്രേ കാണാനുള്ളൂ കേട്ടോ. ഒന്നുമില്ല, നമ്മൾ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് സ്റ്റെപ്പിനിക്ക് കുറച്ച് വിൻ്റർ ക്ലോത്തുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ചിന്തിച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പോകുന്നത് കുറേ കാലമായിട്ടുള്ള സ്വപ്നം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്നതിൻ്റെ ഏകദേശ ഗ്രാഫ് നമുക്കറിയാം. പോകേണ്ടത് എങ്ങനെയാണ്, ഇതിലെയാണ് പോകുന്നതെന്നുള്ള ഏകദേശം ഐഡിയ നമുക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ മഴയുണ്ടോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് തീരുമാനിച്ചാണ്. കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകാനായിട്ട് റെഡിയായി വരുമ്പോഴേക്കും എന്തെങ്കിലും കാരണം ഒന്ന് തടസ്സം ഉണ്ടായിപ്പോവും. അങ്ങനെ ഇപ്പം നമ്മുടെ ഏതാണ്ട് ടൈമൊക്കെ റെഡിയായി വന്നിട്ടുള്ളത് കൊണ്ട് പോയേക്കാന്ന് വെച്ചു. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ തടസ്സം എന്ന് പറയുന്നത് കുറച്ച് പെട്ടെന്ന് തീരുമാനിച്ചായിട്ടുള്ളൊരു പേടിയുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പേടിയുണ്ട്. പിന്നെ ഞാനിവിടെ ആരോടും പറയുന്നൊന്നുമില്ല. നമ്മൾ കൂട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ കുറച്ച് പറഞ്ഞ് നിർത്തിയിട്ടുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ പേടിക്കും, എന്നെയും കൂടെ പേടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയാതെ കുറച്ച് ഏകദേശം ഐഡിയ കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഫുള്ളായിട്ട് നമ്മൾ പറയുന്നില്ല, അപ്പോൾ പറയാതെയാണ് പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാണ് അവരും അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ പോകുന്ന വണ്ടി ഏതാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പോകാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഇതിലൊന്നുമല്ല, നമ്മുടെ പാഷൻ പ്രോയിലാണ് കേട്ടോ. ഏകദേശം 14 കൊല്ലം പഴക്കമുണ്ട്. 6 മാസം കഴിഞ്ഞാൽ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന നമ്മുടെ 15 കൊല്ലം തീരും. അപ്പം കണ്ടം ചെയ്യേണ്ട അവസ്ഥയൊക്കെ ആവും. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററോളം വണ്ടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞു, ഓടിച്ചു കഴിഞ്ഞു. പരിപ്പ് നമ്മുടേതായ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒന്ന് എഞ്ചിൻ പണിയേണ്ടതായിട്ട് വന്നു. നമ്മളായിട്ട് പണിതല്ല, നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റും കിട്ടാതെ വന്നു. പിന്നെ വണ്ടിയിൽ ഓയിൽ ഞാൻ ഇടയ്ക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കേണ്ട വന്നായിരുന്നു. ഓയിൽ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ കത്തുന്ന അളവ് കൂടി വന്ന് ഞാൻ ഓയിൽ ഒഴിക്കുന്ന അളവും കൂടി വന്നതുകൊണ്ട് നമ്മളൊന്ന് എഞ്ചിൻ പണിയേണ്ട വന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഭാഗവും ഈ വണ്ടിയുടെ കണ്ടീഷനായിട്ട് കിടക്കുകയാണ്. പിന്നെ ബാക്കി ഓവറോൾ നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള കണ്ടീഷനും ഓക്കെ ആയതുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടത് ഇങ്ങനെയല്ല. അപ്പോൾ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ നമ്മൾ പോകണ്ടേ എന്നോർത്ത് തന്നെ നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിനി ടയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോഗ് ലാമ്പ് നമ്മൾ ചെയ്തു. പിന്നെ ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്, പിന്നെ നമ്മൾ ഒരു മൊബൈൽ ഹോൾഡറായിട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ കേബിളൊക്കെ ഇവിടെ ഓൾറെഡി വലിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം വലിച്ചു വെച്ച് ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബാക്ക് ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥയും മാറേണ്ട അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം K2 റൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരു മോഡിഫിക്കേഷൻ ഇല്ല. നമ്മൾ വണ്ടി എടുക്കുന്നു, അങ്ങ് പോകുന്നു. വണ്ടി കണ്ടീഷനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. റെഗുലറായിട്ടൊക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മഴയും പെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതുകൊണ്ട് തീർന്നു. അപ്പോൾ ഇനിയും തുടർന്നും പോകുന്ന വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാം. അപ്ലോഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യും. നമ്മൾ കൂടുതൽ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മൾ ആ യാത്രയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചാനലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് കാണും. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോയിലിടും. അപ്പം മഴയും പെയ്യാൻ തുടങ്ങി. ഓക്കെ.